നമസ്കാരം. ലക്ഷ്യബോധ്യമുള്ള വനിതാ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന വനിതകളുടെ സ്വന്തം ഷോ ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ആൻഡ് റെഡ് കാർപ്പറ്റിൽ സായി വിഷ്ണു ആൻഡ് രമ്യ പണിക്കർ ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ ഇന്നും ജോയിൻ ചെയ്യുന്നു. രണ്ടുപേർക്കും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. ഓക്കെ, സോ രമ്യ ആൻഡ് സായി ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഈ റെഡ് കാർപ്പറ്റിന്റെ നിങ്ങളുടെ വിശേഷങ്ങൾ കൂടാതെ നമ്മുടെ ഒരു മെയിൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെർഫോമർ വരും. ഇവിടെ ഇതിന്റെ പ്രത്യേകത കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രം വന്ന് പെർഫോം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇന്നും അതുപോലെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. സോ രമ്യക്ക് എന്താണ് ഇങ്ങനെ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോയിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? ശരിക്കും റെഡ് കാർപ്പറ്റിലോട്ട് എനിക്ക് കോള് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത്. കാരണം ഇപ്പോൾ എല്ലാ ചാനൽസിലും അറിയാം നമുക്ക് എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഷോയിൽ, ഈ ഒരു അമൃത ടിവിയിലെ ഈ ഒരു ഷോയിൽ സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ഞാൻ എനിക്ക് തോന്നുന്നു കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ എപ്പിസോഡ് കാണുന്നുണ്ട്. അപ്പോഴൊക്കെ ഓരോരോ പുതിയ കുട്ടികളുടെ പെർഫോമൻസ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പാട്ട് ഭയങ്കര ഇപ്പൊ ഞാൻ തന്നെ ശരിക്കും അത് കേട്ടിട്ട് ഇങ്ങനെ അതിശയപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഈ റെഡ് കാർപ്പറ്റിൽ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എന്തായാലും പറഞ്ഞേ പറ്റും. അമൃത ടിവിയോട് ഒരുപാട് താങ്ക്സ് എൻ്റെ വക. താങ്ക് യു. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് നമ്മുടെ പെർഫോമർ വരാൻ പോവാണ്. വളരെയധികം സ്നേഹത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു കൊച്ചു മിടുക്കിയാണ് ഞാൻ ഈ വേദിയിലേക്ക് ഇന്ന് സ്വാഗതം ചെയ്യാൻ പോണേ. സോ ലെറ്റ്സ് വെൽക്കം സാരംഗി. കുട്ടി, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഓട്ടംതുള്ളൽ വേഷത്തിൽ കാണാൻ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര ചെറിയൊരു കുട്ടിയെ ഈ ഓട്ടംതുള്ളൽ വേഷത്തിൽ കാണുന്നത്. അപ്പൊ സാരംഗി എന്നെ അറിയോ? അത് കേക്കട്ടെ. ആദ്യം തന്നെ അറിയും. ആന്നാണോ? ഏതാ? എവിടെ വെച്ച്? സിനിമാ സ്ഥലത്ത്. ഞങ്ങൾ അങ്ങനെ. ഞാൻ ആരാ? അതും കൂടി പറ. അമ്മ. ശരിക്കും ഏത് സിനിമയാ? അതെന്താ വെച്ചാൽ ഞങ്ങൾ ആറാട്ടിലെ ഈ മോളും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ച് കണ്ടപ്പോ ഞങ്ങൾ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ സാരംഗി എന്നെ കണ്ടപ്പോ തന്നെ അമ്മ എന്നാണ് വിളിച്ചത്. അത് എന്താണ് എന്നുള്ളത് അറിയില്ല. പക്ഷെ അങ്ങനെ വിളിച്ചപ്പോ ഞാനും അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 2-3 ദിവസം ആ സോങ് ഷൂട്ടിന്റെ ഇടയിലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ മറന്നു. അമ്മ ഈ വേഷത്തിലായപ്പോ മകള് മറന്നു എന്ന് വിചാരിച്ചു. മറന്നില്ല അല്ലേ? ഇത് കാണാറുണ്ട്. അപ്പൊ ഞാൻ പല വേഷം കെട്ടുന്നതും ഇതൊന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇല്ല പറഞ്ഞു. ഇല്ലല്ലോ, നമ്മൾ അന്ന് കണ്ടത് പിന്നെ ഇപ്പഴല്ല അമ്മ കാണുന്നത്. അത്രേ ഉള്ളൂ. എല്ലാം കറക്റ്റ്. പിന്നെ പറയൂ, അതായത് ഇനി പറയൂ, ഡാൻസ് ആണോ ഓട്ടം തുള്ളലാണോ? ഫസ്റ്റ് സ്റ്റേജ് ആണോ? ഇതല്ലല്ലോ, ഒരുപാട് സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടില്ലേ? ഓട്ടം തുള്ളലിന്റെ അരങ്ങേറ്റം കഴിഞ്ഞു. എവിടെ വെച്ചിട്ട്? ഗുരുവായൂർ വെച്ചിട്ട്. മേൽപ്പത്തൂര് വെച്ചായിരുന്നോ? മേൽപ്പത്തൂർ വെച്ചിട്ടല്ല. പിന്നെ എവിടെ വെച്ചിട്ടായിരുന്നു? ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്. ഈ ഒരു TV ഷോയിൽ ഇങ്ങനെ വരുന്ന അത് ഫസ്റ്റ് ടൈം ആണോ? അല്ല, വേറെ പ്രോഗ്രാമിലൊക്കെ പോയിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് പേടിയൊന്നും ഇല്ല. എന്തായാലും നമ്മുടെ ഈ റെഡ് കാർപ്പറ്റിന്റെ ഫ്ലോറിൽ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു കുഞ്ഞു പ്രായത്തില്, ഒരു 5 വയസ്സ് പ്രായത്തിൽ ഓട്ടംതുള്ളലായിട്ടൊരു മിടുക്കി വാവ വന്നിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയ്ക്ക് അഭിമാനം ഉണർത്തുന്ന നിമിഷമായി മാറി. ഇത് പറയൂ, ഇതൊക്കെ ആരെ പഠിപ്പിച്ചേ? അത് കേക്കട്ടെ. അമ്മ. ഏതമ്മ? ഒറിജിനൽ അമ്മയാണ് ഇതൊക്കെ. അതായത് കുട്ടിയുടെ സാരംഗിയുടെ അമ്മയാണ് പഠിപ്പിച്ചത്. അമ്മ ഡാൻസ് ടീച്ചറും ആണ് ഓട്ടംതുള്ളലുമാണ് അല്ലേ? ആൻഡ് സാരംഗിക്ക് ഡാൻസ് ആണോ ഓട്ടംതുള്ളലാണോ എളുപ്പം ചെയ്യാൻ? ഡാൻസ് ഓട്ടംതുള്ളലും എനിക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. രണ്ടും ചെയ്യാൻ ഇഷ്ടമാണ് അല്ലേ? രണ്ടും ഇഷ്ടമാണ്. ഡാൻസിൽ ഇപ്പൊ എവിടേക്ക്? ഭരതനാട്യം മാത്രം ആയോളോ അതെയോ കുച്ചിപ്പുടി ആയോ? എവിടം വരെ എത്തി? ഞാന് ഡാൻസ് തെയ്യൊക്കെ എത്തി. അടവുകൾ എത്തി അല്ലേ? അത് ശരിയാ. പിന്നെ ഡാൻസിന്റെ അരങ്ങേറ്റം നടത്തണം നമുക്ക് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ സാരംഗിയുടെ അമ്മ. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര്? സരിത. അപ്പോൾ പറയൂ, ടീച്ചർ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നു, അതിൻ്റെ കൂടെ സാരംഗിയെ പഠിപ്പിക്കുന്നു, ഡാൻസ് ടീച്ചറാണ്, ഓട്ടംതുള്ളൽ കലാകാരിയാണ്. അപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ ഓട്ടംതുള്ളൽ ഈ ഒരു ചെറിയ വയസ്സിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടോ?
അങ്ങനെയല്ല. ഇപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലായിരുന്നു. അതെ അതെ. ഇപ്പൊ ഞാൻ ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് വന്നിങ്ങനെ നോക്കി നിൽക്കും, എന്നിട്ട് പോവും. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കഴിയുമ്പോൾ 37 കുളിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അത് ശരിയാണ്. ഇപ്പൊ ഈ തുള്ളലിന്റെ പാട്ടുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടാണ്. കാര്യമാണ്. അതെ. ഒരു കഥ എന്ന് പറയുന്നത് ഒരു 60 പേജ് ഉണ്ടാവും നമ്മുടെ. അപ്പോൾ അത് അനായാസം പഠിക്കാൻ ബുദ്ധിമുട്ടാണ് മനസ്സിൽ വരാൻ. അപ്പൊ ഇവള് അതിങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ പഠിച്ചോ, ഞാൻ എന്നെ അത്ഭുതമായത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മുദ്രകളൊക്കെ കാണിച്ചപ്പം ഞാൻ ചെയ്തു കൊടുക്കണ എന്താണോ അതന്നെയാണ് കാണിക്കുന്നത്. ശരിയാ. അപ്പോൾ അരങ്ങേറ്റം ചെയ്യാനുള്ള അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. കളിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് 37. അതെ. അപ്പൊ ഡാൻസ് ഏത് വയസ്സിൽ പഠിച്ചു തുടങ്ങിയത്? ഡാൻസ് 3.5 വയസ്സ് തൊട്ടിട്ട് ഓൺലൈൻ പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇന്റർനാഷണൽ ലെവൽ വിന്നറൊക്കെ ആയാണ്. ഒരുപാട് അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതായത് ഏകദേശം ഒരു 15ഓളം അവാർഡ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ കുഞ്ഞിന് അറിയില്ല. ഇതിങ്ങനെ കൊറിയർ വരുമ്പം ഇതെന്താ എന്ന് ചോദിക്കും. ഇതാണോ? ശരി, ഇതെല്ലാം ഇവിടെ വെക്കുന്ന കഴിഞ്ഞു, അത്രേ അറിയുള്ളൂ. ഇത് എന്തിനാണ് ഏതിനാണെന്നൊന്നും അറിയില്ല. എത്ര ഈ സമ്മാനങ്ങളൊക്കെ എവിടെയാ വെച്ചിരിക്കണ? വീട്ടിലൊരു പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. പെട്ടിയിലെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ? എന്തൊക്കെയാ അതിലുള്ളതെന്ന് അറിയോ മോൾക്ക്? എന്തൊക്കെയുള്ള ട്രോഫി ഉണ്ടോ? ഉണ്ടോ? ഈ എന്തൊക്കെയാണ് സമ്മാനം കിട്ടിയിരിക്കണ അതിന് പേരുകളൊക്കെ ഉണ്ട്, അതൊക്കെ അറിയോ എന്തൊക്കെയാന്ന്? ഇല്ല, സമ്മാനമില്ല. കൊറിയറും കൊണ്ട് അങ്കിള് വരും, നമ്മൾ മേടിച്ചു വെക്കും അല്ലേ? അത്രേ ഉള്ളൂ. അതെ. ഇനി വലുതാകുമ്പോ അമ്മയോട് ചോദിച്ചിട്ട് വേണം ഇതൊക്കെ പഠിച്ചെടുക്കാൻ അല്ലേ? എന്തൊക്കെയാണ് ഇപ്പൊ റെക്കോർഡ്സ് കയ്യിലുള്ളത്? ആദ്യം 3.5 വയസ്സിൽ പെർഫോം ചെയ്തപ്പം അവര് ചെന്നൈയിലൊരു ഡാൻസ് അസോസിയേഷൻകാരാണ് ആദ്യം ചെയ്തത്. അപ്പോൾ അവര് ഇവളുടെ പെർഫോമൻസ് കണ്ടിട്ട് ആകെ വണ്ടറടിച്ചു. അതായത് കോമ്പറ്റീഷൻ തുടങ്ങണത് 6 ഇയേഴ്സ് തൊട്ടിട്ടുള്ള കുട്ടികളുടെ ആയിരുന്നു. അപ്പോൾ ഇവളതിൽ 3.5 വയസ്സിൽ പെർഫോം ചെയ്യുമ്പം അവർ പെർഫോമൻസിന് ആദ്യത്തെ അവാർഡ് കൊടുത്തത് നൃത്യമഞ്ജരി എന്ന് പറഞ്ഞിട്ട് അവരാണ് ആദ്യം കൊടുത്തത്. പിന്നെ അതിനുശേഷം കുറേ ഞങ്ങൾ ഓൺലൈൻ മത്സരങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഒരു 15ഓളം അവാർഡ് ബേസ് ചെയ്തിട്ട് ഇപ്പം നൈജീരിയ ഗവൺമെൻറ് വേൾഡ് കിഡ്സ് ജീനിയസ് അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ മോൾക്ക് പോയിട്ട് ഇനിയിപ്പം എവിടത്തെ അവാർഡ് വാങ്ങിക്കുക, ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെ ഡാൻസ് കളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടോ? എവിടെയാ? അതെനിക്ക് അറിയില്ല. ശരി. ഇതൊക്കെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? എന്റെ പേര് പ്രജിത്ത്, ഞാനാണ് മോളുടെ അച്ഛൻ. സാരംഗിയുടെ അച്ഛനാണ്. അച്ഛനൊരു കലാകാരൻ, അതായത് വല്ല തബലിസ്റ്റ്, മൃദംഗം അങ്ങനെ എന്തെങ്കിലും ആണോ? ഞാന് നേരത്തെ നമ്മൾ ചെണ്ടല്ലേ, കൊട്ടും ചെണ്ട, അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വർക്കിലാണ് നമ്മൾ. നേരത്തെ ആയിരുന്നു, ഇപ്പോഴല്ല, നേരത്തെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഈ മോളുടെ ഇവിടെ വെച്ചിരിക്കുന്ന കിരീടമൊക്കെ താങ്കളാണ് മേക്ക് ചെയ്തത്? ഞാൻ ഉണ്ടാക്കിയത്. അത് ശരി. മോൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മോൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ചെറിയ കിരീടം വെച്ചിട്ട് കളിക്കാൻ കഴിയാം. അതായത് ഒറിജിനൽ കിരീടം നല്ല വെയിറ്റ് ആണ്. ശരിയാണ്. അപ്പൊ അത് പറ്റില്ല. അപ്പൊ ഇങ്ങനെ കളിക്കാമെന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കിയതാണ്, ശ്രമിച്ചു നോക്കിയത് മാത്രമേ ഉള്ളൂ. അപ്പൊ അച്ഛൻ നല്ലൊരു കിരീടം ഉണ്ടാക്കി തന്നിരിക്കുകയാണ് അല്ലേ? അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം? അച്ഛനും അമ്മേനെ എനിക്ക് ഇഷ്ടം. ഇഷ്ടം ഫ്രഷ് അല്ല, എന്നാലും കുഞ്ഞുങ്ങളോട് അത് ആദ്യം ചോദിക്കണം, അതാണ് നിയമം. ഈ ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? അമ്മ ഉണ്ടാക്കി തരുന്നതിൽ ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? നൂലുപുട്ടും ഇഡ്ഡലിയും. ഇഡ്ഡലിയാ? അങ്ങനെ ഒരു കോമ്പോ ഞാൻ കേട്ടിട്ടില്ലല്ലോ. അടിപൊളി. ഇതൊക്കെ ആരാണ്? ബാക്കി രണ്ടുപേരും വന്നിരിക്കുന്നത് ആരൊക്കെയാണ്? എൻ്റെ പേര് പ്രശാന്ത്, കുഞ്ചസ്മാരം പ്രശാന്ത് എന്ന് പറയും. തുള്ളൽ ആർട്ടിസ്റ്റാണ്. തുള്ളൽ ആർട്ടിസ്റ്റാണ്. മോളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ പഠിപ്പിക്കാനൊക്കെ? ഓക്കെ. ഇത് എൻ്റെ പേര് പ്രശാന്ത്, മൃദംഗം ആർട്ടിസ്റ്റാണ്. മൃദംഗം ആർട്ടിസ്റ്റാണ്. അപ്പൊ നിങ്ങളാണ് സാരംഗിയുടെ അരങ്ങേറ്റത്തിനൊക്കെ പിന്തുണച്ചത് അല്ലേ? സൂപ്പർ. അപ്പൊ എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ സാരംഗി, നമ്മൾ ഓട്ടം തുള്ളൽ ചെയ്യാൻ റെഡിയാണ് അല്ലേ? ഞങ്ങൾ കാണാനും റെഡിയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.
ഉടവയറിയും എന്നൊരു ചാരു സ്വരൂപം. മുൻപിൽ ശ്രീ പാർവതിക്കും ശിവനു ഇഹ പിറന്നോരു ഓമലുണ്ണി ഗണേശ. വൻപിച്ചുള്ളൊരു വിഘ്നം വിരവിനോടഖിലം തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ വൻപേറും തമ്പുരാനെ തവ പദകമലം സന്തതം കൈതൊഴുന്നേ. വൻപേറും തമ്പുരാനെ തവ പദകമലം സന്തതം കൈതൊഴുന്നേ. ഗുരുചരണാംബുജ യുഗളമുദാരം. ചരണാംബുജ യുഗളമുദാരം പരിചരണേന വണങ്ങി പരിചരണേന വണങ്ങി വണങ്ങി പരിചോടു നല്ലൊരു കഥ പറവാൻപു. പരിചോടു നല്ലൊരു കഥ പറവാനുതാ. പരീക്ഷതി ഞാനിതാ വന്ദിക്കുന്നേ. പരിഷതി ഞാനിതാ വന്ദിക്കുന്നേ. ധർമ്മപരായ മാനസനാകിയ ധർമ്മപരായണ മാനസനാകിയ ധർമാത്മജനും പാവനാത്മജനും ധർമാത്മജനും പാവനാത്മജനും അർജുനനും നകുലൻ സഹദേവൻ. അർജുനനും നകുലൻ സഹദേവനും അച്ഛനമേവരും അവരുടെ പാൽ. അർജുനനും നകുലൻ സഹദേവനും അച്ഛനമായി വരും അവരുടെ ഭാര്യയും സമ്പത്തിങ്കലും ആപത്തിങ്കലും സമ്പത്തിങ്കലും ആപത്തിങ്കലും അൻപുഴ കോടി വസിച്ചിരുന്നു. സമ്പത്തിങ്കലും ആപത്തിങ്കലും അൻപൊടുകൂടി വസിച്ചിടുന്നൊരു 88 സഹസ്രം വിപ്ര. 88 സഹസ്രം വിപ്രര ഇമ്പമിയെന്നു വനത്തിൽ പൊക്ക. 88 സഹസ്രം വിപ്രരും ഇമ്പമിയെന്നു വനത്തിൽ പുത്ര. കള്ളം പെരുകിനു ശകുനിഷടമ്പത. കള്ളം പെരുകിന ശകുനി ഷടൻപത കള്ളച്ചൂതു കളിച്ചു ചതിച്ച്. പെരുകിന ശകുനി ഷടൻ പദ കള്ളം പെരുകിന ശകുനി ഷടൻ. കള്ളം പെരുകിന ശകുനി ഷടൻ പദ കള്ളം പെരുകിന ശകുനി ഷടൻപത പെരുകിന ശകുനി ഷടൻ പദ കള്ളം കള്ളം പെരുകിന ശകുനി ഷടൻപത കള്ളച്ചൂതു കളിച്ചു ചതിച്ച്. കള്ളച്ചൂതു കളിച്ചു ചതിച്ച്. ഉള്ള ധനങ്ങൾ പിടിച്ചു പറിച്ച്. ഉള്ള ധനങ്ങൾ പിടിച്ചു പറിപ്പാൻ തള്ളിയയച്ചിരു കുന്തീസുതരെ. ഉള്ള ധനങ്ങൾ പിടിച്ചു പറിച്ച് തട്ടിയയച്ചിതു കുന്തീസുതരെ. മുന്നമുടുത്തൊരു വസ്ത്രമതല്ല. മുന്നമുടുത്തൊരു വസ്ത്രമതല്ല ഒന്നും അവൾക്കു ലഭിച്ചതുമില്ല. മുന്നമുടുത്തൊരു വസ്ത്രമതല്ലാതൊന്നും അവർക്കു ലഭിച്ചതുമില്ല. ഭിന്നത പൂണ്ടു വിശന്നു തളർന്നു. ഭിന്നത പൂണ്ടു വിശന്നു തളർന്ന മന്നവർനാഥനും അനുജന്മാരും. ഭിന്നത പൂണ്ടു വിശന്നു തളർന്ന മന്നവർനാഥനും അനുജന്മാരും. തന്നങ്കി മണി പാഞ്ചാലി. ആ തന്നും കീമണി ആ തന്നും കീമണി തന്നും കീമണി പാഞ്ചാലിയും അവർ തന്നും കീമണി പാഞ്ചാലി. തന്നും കീമണി പാഞ്ചാലിയും അവർ തന്നും കീമണി പാഞ്ചാലി. തന്നും കീമണി പാഞ്ചാലിയും അവർ തന്നും കീമണി പാഞ്ചാലിയും അവർ മലയുടെ നികടെ. ഉന്നതമാകിന മലയുടെ നികടെ ചെന്നു വസിച്ചു മഹാവിപിനെ പുനഃ ചെന്നു വസിച്ചു മഹാവിപിനെ പുനഃ. ധർമ്മം
വിളിച്ചു മഹാബിബിനെ പുനരൊന്നും പണ്ടറിയാത്ത നൃപന്മാർ. കിഴവന്മാർക്കു കഷണ്ടി മറപ്പാൻ ഈ കിഴവന്മാർക്കു കഷണ്ടി മറപ്പാൻ ഇഴവന്മാർക്കു കഷണ്ടി മറപ്പാൻ പരതായുള്ളൊരു മുണ്ടും നാസ്തി ഇഴവന്മാർക്കു കഷണ്ടി മറപ്പാൻ പഴതായുള്ളൊരു മുണ്ടും നാസ്തി. മഴ പെയ്തെങ്കിൽ നനഞ്ഞു നനഞ്ഞ് മഴ പെയ്തെങ്കിൽ നനഞ്ഞു നനഞ്ഞ് കിഴവന്മാർ ചിലർ ചാകേയുള്ളൂ മഴ പെയ്തെങ്കിൽ നനഞ്ഞു നനഞ്ഞ് കിഴവന്മാർ ചിലർ ചാകേയുള്ളൂ. കുന്തിസുതരെ ക്ലേശിപ്പിപ്പാൻ കുന്തീസുതരെ ക്ലേശിപ്പിപ്പാൻ എന്തിനു താരിഹ കൂടെ പോന്നു കുന്തീസുതരെ ക്ലേശിപ്പിപ്പാൻ എന്തിനു താരിക കൂടെ പോന്നു. നിങ്ങളെ ശേഷം പോരും നേരം നിങ്ങളെ ശേഷം പോരും നേരം അങ്ങു നമുക്ക് വസിപ്പതുചിതമോ. നിങ്ങളെ ശേഷം പോരും നേരം അങ്ങു നമുക്ക് വസിപ്പതുചിതമോ. അങ്ങു നമുക്ക് വസിപ്പതു ചിതമോ നിങ്ങളെ ശേഷം പോരും നേരം അങ്ങു നമുക്ക് വസിപ്പതുചിതമോ. മംഗളമീ കഥ കഥനം ചെയ്താൽ മംഗളമെന്നും വന്നു ഭവിക്കും. നാരായണ ജയ നാരായണ ജയ നാരായണ ഭഗവാനേ ജയ ജയ അച്യുതനേ അരവിന്ദാക്ഷ ജയ അച്ഛടൽ വർണ്ണ ശരണം ശരണം ശ്രീ ഗുരുവായൂർ പുരേശ ഹരേ മാം പരിപാലയ മാം പരിപാലയ മാം ശ്രീ ഗുരുവായൂർ പുരേശ ഹരേ മാം പരിപാലയ മാം പരിപാലയ ഇത് ഭംഗിയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു അതായത് നമ്മളിവിടെ ഫസ്റ്റ് തുടങ്ങിയ സമയം മുതൽ തീരുന്ന സമയം വരെ നല്ല മിടുക്കിയായിട്ട് എനർജറ്റിക് ആയിട്ട് കണ്ണൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കിയില്ലേ, ഇങ്ങനെ ഇങ്ങനെ ഇളക്കിയില്ലേ, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒന്നുകൂടെ കാണിച്ചു, നേരെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ. ആ ഓ, അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഇവിടെ വന്ന് കളിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കുമ്പോ വരണേ. ഓക്കെ. ഇന്ന് കളിച്ച കഥ ആരുടെ കഥയായിരുന്നു? പാത്രചരിതം പാത്രചരിതം പാത്രചരിത്രോ? പാത്രചരിതം പാത്രചരിതം. ഓ, അതാണ് കളിച്ചത് അല്ലേ? എത്ര ദിവസമാണ് പ്രാക്ടീസ് ചെയ്തത്? 2 ദിവസം 2 ദിവസമേ ചെയ്തുള്ളൂ. വെരി ഗുഡ്. 2 ദിവസം കൊണ്ട് പഠിച്ചെടുക്കുന്നതാണോ? അല്ലാതെ കള്ളല്ലേ? അയ്യടാ, കള്ള നോട്ടം കേട്ടോ. അമ്മയുടെ മോള് കള്ളം പറയല്ലേ. നോർമലി ശരിക്കും പഠിച്ചെടുക്കാൻ എത്ര സമയം എടുക്കും? ഇപ്പൊ വലിയ ആളാണെങ്കിൽ 1 year ഒക്കെ 1 year ഒക്കെ എടുക്കും. അത് ശരി, മിടുക്കിയായിട്ട് കളിച്ചു കേട്ടോ. അപ്പൊ താങ്ക് യു ഓക്കെ. അപ്പൊ ഇനിയും ഒരുപാട് സ്റ്റേജിൽ ഓട്ടം തുള്ളലും ഡാൻസും ഒക്കെ നമുക്ക് കാണണം. ഓക്കെ. ഇന്ന് ഞങ്ങൾ ഒരു സമ്മാനം തരാൻ പോണ്. സായി എന്താ പറയാനുള്ള? സായിക്ക് എന്താ പറയാനുള്ളത്? അത് കേക്കട്ടെ. നമ്മൾ ഈ ചില നല്ല കാഴ്ചകളുടെ മുമ്പിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ചുറ്റുമുള്ളൊക്കെ ലോസ്റ്റ് ആയിട്ട് കണ്ണും മനസ്സൊക്കെ നിറഞ്ഞ്, എനിക്ക് തുള്ളലിനെ പറ്റി ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ സത്യം പറയാൻ കണ്ണും മനസ്സൊക്കെ അറിഞ്ഞാൽ ഞാൻ കണ്ടേ. അത്രയ്ക്ക് ഇതാണ് ലൈഫ്, ഭയങ്കര ലൈഫുള്ള മൊമെന്റ്സ് ഇല്ലേ. അതുകൊണ്ട് ആക്ച്വലി ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു. റെഡ് കാർപ്പറ്റ് ഇന്ന് നിനക്ക് സ്വന്തമാണ്. അടിപൊളിയായിരുന്നു. പിന്നെ അമ്മ എപ്പോഴും പറയുമായിരുന്നു പാർട്ടിസിപ്പേഷൻ ഈസ് ബെറ്റർ ദാൻ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് കൊച്ചിലെ എല്ലായിടത്തേക്കും തള്ളിവിടുമായിരുന്നു. അപ്പോൾ കുഞ്ഞിലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ ഞാൻ നാടകങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അരങ്ങ് തരുന്നൊരു എനർജിയും അത് തരുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. മോളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ മൂല്യമൊക്കെ മനസ്സിലാകുന്നതും ആ മറ്റേ സൂട്ട് കേസിലിരിക്കുന്ന പുരസ്കാരങ്ങളുടെ മൂല്യമൊക്കെ മനസ്സിലാകുന്നത് പിന്നെ ആയിരിക്കും. അപ്പോൾ ശരിക്കും നിങ്ങളെയൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യും. അതുപോലെ നിന്ന് ഈ കൊണ്ടാടപ്പെടുന്ന ട്രോൾസിന്റെ ഒക്കെ ആദ്യകാലമാണ് തുള്ളൽ പാട്ടുകളും ആക്ഷേപഹാസ്യത്തിലൂടെയൊക്കെ പറഞ്ഞിരുന്നത്. സോ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും താങ്ക് യു. ആൻഡ് കൂടെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു അല്ലേ മോളെ? എല്ലാവർക്കും ഒരു താങ്ക് യു അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇനി ഒരു സമ്മാനമുണ്ട്, അത് വാങ്ങിക്കാം.
രമ്യക്ക് സാരംഗിയുടെ പെർഫോമൻസ് ഉണ്ട് അങ്ങ് കൂടെ കൂട്ടിയേ കൊള്ളാന്നൊരു ആഗ്രഹം അല്ലേ? ശരിക്കും മോളുടെ ഭാഗ്യം ദേ മോളുടെ പാരൻസ് ആട്ടോ. കാരണം ഈ കുഞ്ഞുനാൾ മുതലേ പഠിപ്പിക്കാനായിട്ട് ആ കാണിക്കുന്ന ഒരു മനസ്സും ആ ഒരു സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. മോള് വലിയൊരാളാകുമ്പോൾ നമ്മളെയൊക്കെ ഓർക്കോ? ഓർക്കോ? ഞങ്ങളെയൊക്കെ ഓർക്കണേ. ഓർക്കണം കേട്ടോ. താങ്ക് യു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. സാരംഗിയും സാരംഗിയുടെ അച്ഛൻ, അമ്മ, ഗുരുക്കന്മാരൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. എന്തായാലും നല്ലൊരു പെർഫോമൻസ് നമ്മൾക്ക് വേണ്ടി കാഴ്ചവെച്ചു. ലവ് യു. താങ്ക് യു. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ സാരംഗിയുടെ കൂടുതൽ വേദികളിൽ നമുക്ക് സാരംഗിയെ കാണാൻ സാധിക്കട്ടെ. വലിയ മിടുക്കത്തിയായിട്ട് നമ്മുടെയൊക്കെ മുന്നിൽ വരട്ടെ. അപ്പൊ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് രമ്യ ആൻഡ് സായി. താങ്ക് യു. നിങ്ങളുടെയും അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ ഇത്രയും മനോഹരമായി കുറച്ച് സമയം നിങ്ങളാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പുതിയ അതിഥികളും ഇതുപോലുള്ള മിടുക്കികളായിട്ടുള്ള ടാലൻസിനെയും കൂട്ടി ഞങ്ങൾ റെഡ് കാർപ്പറ്റിൽ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നമുക്കൊരു ടാറ്റ ഇതിങ്ങ് തന്നോളൂ. എല്ലാവർക്കും ഒരു ടാറ്റ ബൈ ബൈ പറയാം. ടാറ്റ ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.